2 മാല ആഭരണമായിട്ട് ഇട്ടിട്ടുണ്ട്. എന്തോ ഒരു ദൈവത്തിന്റെ ഒരു കഴിവ് എനിക്ക് തന്നേക്കണമെന്ന് എനിക്ക് തോന്നണേ. ഈ വർഷത്തെ വെഡിങ് ഡേയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോണ ഇതുപോലെ വേറൊരു രസകരമായ കഥയാണ്. അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ കണ്ണ് മറയുന്നവരെയും ആ വരാന്തയിൽ ഇങ്ങനെ നോക്കി നിൽക്കും. ഒരു ദുഃഖകരമായ ഒരു കാര്യമാണ്. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവം ഇഷ്ടമല്ലേ ഓരോന്നും. നല്ല ആരോഗ്യവും നല്ല പ്രതാപവും ആയിട്ടിരിക്കുന്ന സമയം. ഇപ്പോൾ ഞാനിങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇന്നത്തെ പോലെ തന്നെ ആസ്വദിച്ച് പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ സംഭവം എന്നാന്നറിയാമോ, ഒരാളുമായിട്ട് ബസ് സ്റ്റോപ്പിൽ തന്നെ ഇങ്ങനെ നിൽക്കുവാണ്. എങ്ങനെയാണെന്നറിയാമോ വന്നേക്കണേ, ഒരു വലിയ വള്ളം, അതായത് ആറിന്റെ തീരത്തല്ല മേർക്കുഞ്ഞേച്ചിയുടെ വീട്. എന്ത് ചെയ്താ ഇരുത്തൂല. ഞാൻ എല്ലാരെയും പിടിച്ച എന്നെ ആകട്ടെ കുറെ സാരി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേൾക്കുമല്ല. ഉണ്ടാ സാരി മേടിക്കാനായിട്ട് സെലക്ഷന് വേണ്ടി എൻ്റെ കൂടെ പോകുന്നത് മഴയും തണുപ്പും ഒക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കുവാട്ടോ ഞങ്ങള്. ഇന്ന് 2 മാല ആഭരണമായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു മാല മൈക്ക് മാല, ഒരു മാല സാധാരണ മാല. സാധാരണ മാല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ അങ്ങനെ ഇടാറില്ല. പിന്നെ വീഡിയോ എടുക്കണാറിന് എന്തെങ്കിലും ഒരു മാല വേണ്ടേന്ന് ഓർത്തോരണം കുഞ്ഞു മാല ഇവിടെ ഇരിക്കണ എടുത്തിട്ടതാട്ടോ. മുത്തുമാലകളൊക്കെയാണ് ഇടാറ്. ഇന്നിപ്പോൾ ഇതങ്ങ് എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നിവിടെ ഇരിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. കുക്കിംഗ് ഒന്നും അല്ല. ഇന്ന് മെയ് 29, അതായത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഡേ ആണ്. അതിന് കഴിഞ്ഞ വർഷത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ ഡേയിൽ ഞാനൊരു കുഞ്ഞു കഥ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തായിരുന്നു. അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഇവിടുത്തെ ചേച്ചിയുടെ 2 മക്കളും എന്നെ വിളിച്ച് ഞാൻ അത്രയൊക്കെ ഓർത്തിരുന്നല്ലോ എന്നും പറഞ്ഞ് അവർ വരെ മെമ്മറിയിൽ പലതും വിട്ടുപോയായിരുന്നു എന്ന് പറഞ്ഞ് അവർ ഒരുപാട് സന്തോഷം എന്നോട് പങ്കിട്ടായിരുന്നു. എനിക്ക് പിന്നെ ഈ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർത്തിരിക്കും. ചെറുപ്പം മുതലെയുള്ള കാര്യങ്ങൾ എനിക്ക് മെമ്മറിയിൽ എപ്പോഴും കിട്ടും. അതെന്തോ ഒരു ദൈവത്തിൻ്റെ ഒരു കഴിവ് എനിക്ക് തന്നേക്കണമെന്ന് എനിക്ക് തോന്നണം. എല്ലാ കാര്യങ്ങളും 1 to A to Z എന്ന് പറയും പോലെ എനിക്ക് ഓർമ്മയിൽ കിട്ടും. പുതിയ കാര്യവും പഴയ കാര്യവും ഒക്കെ എന്താണെന്ന് എനിക്കറിയില്ല. അത് ഞങ്ങളുടെ കുടുംബപരമായിട്ടുള്ളൊരു ഇതായിരിക്കാം. ചിലപ്പോൾ ഇനിയിപ്പോൾ നാളെ അതുണ്ടാവണമെന്നുമില്ല. അപ്പം ഞാൻ ഈ വർഷത്തെ വെഡിങ് ഡേയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോണ ഇതുപോലെ വേറൊരു രസകരമായ കഥയാണ്. അതായത് ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞ ചേച്ചി, അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ്റെ മകള്, ഇരിങ്ങാലക്കുടയുള്ള ചേച്ചിയുടെ അനീത്തി സാറാമ്മ ചേച്ചിയുടെ സാറാമ്മ ചേച്ചിയുടെ അനീത്തി മേർക്കുഞ്ഞേച്ചിയുടെ വീട്ടിൽ പോയ കഥയാണ്. അതായത് ഇവിടുത്തെ അപ്പച്ചൻ്റെ തറവാട്ടിൽ താമസിക്കുന്ന ചേട്ടന് 5 പെൺമക്കളും ഒരു മകനുമാണുള്ളത്. കൊരട്ടിയിലുള്ള ജ്യേഷ്ഠന് 4 ആൺമക്കളും ഒരു മകളുമാണുള്ളത് കേട്ടോ. അതങ്ങ് പറഞ്ഞേക്കാം. അപ്പച്ചന് 2 ജ്യേഷ്ഠന്മാരാണ് ഇവിടുത്തെ അപ്പച്ചനുള്ളത്, 3 പെങ്ങന്മാരും ഉണ്ട്. അപ്പം സാറാമ്മ ചേച്ചിയുടെ അനീത്തി മേർക്കുഞ്ഞേച്ചി താമസിക്കുന്നത് നമ്മുടെ സ്ഥലം പുലിക്കുട്ടിശ്ശേരി, അതായത് ആർപ്പൂക്കര ഏരിയ, മെഡിക്കൽ കോളേജിൻ്റെ ഏരിയ വഴിയാണ് നമ്മൾ ആ വീട്ടിലേക്ക് പോണത്. അല്ലെങ്കിൽ ഇപ്പം വേണമെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അതിലേയും പോകാം കേട്ടോ. കാറങ്ങണ്ട് പോകുമ്പോൾ അതിലേയും പോകാറുണ്ട്. പല റൂട്ടിൽ പോകാം. ആ ഏരിയയിലുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പം മേർക്കുഞ്ഞേച്ചിയുടെ അവർക്ക് കുട്ടികളില്ല. അപ്പം അവരുടെ കൂടെ അളിയൻ്റെ ജ്യേഷ്ഠൻ്റെ മകനും ഫാമിലിയാണ് താമസിക്കുന്നത്. അപ്പം ഇപ്പം മേർക്കുഞ്ഞാൻ്റെയും ചാച്ചനും ജീവിച്ചിരിപ്പില്ല കേട്ടോ. ചാച്ചൻ നേരത്തെ മരിച്ചു പോയായിരുന്നു. ആൻറ്റി ഈ ഇടയ്ക്കാണ് മരിച്ചത്. അപ്പോൾ ഇനി അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ ബാക്കിയുള്ളൂ. പ്രായത്തിൻ്റെ ഇതുകൊണ്ട് ഓരോ വിഷയങ്ങൾ ഓരോരുത്തർക്ക് സംഭവിക്കുമല്ലോ. അപ്പോൾ ഒരു ദുഃഖകരമായ ഒരു കാര്യമാണ്. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവം ഇഷ്ടമല്ലേ ഓരോന്നും. അപ്പം ഞാൻ അവിടെ പോയ കഥ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. അന്നൊക്കെ ഞങ്ങൾ 2 പേരും അവിടെ ചെല്ലണ സമയം പുള്ളിക്കാരത്തിയുടെയൊക്കെ ആയ കാലമാണ്. അതായത് നല്ല ആരോഗ്യവും നല്ല പ്രതാപവുമായിട്ടിരിക്കുന്ന സമയം. അന്ന് പോയ കാലം ഞാനൊന്ന് ഓർമ്മയിൽ നിന്ന് എടുത്തു. അപ്പോൾ കഴിഞ്ഞ വർഷം സാറാമ്മ ചേച്ചിട്ട് പറഞ്ഞുകൊണ്ട് ഞാനോർത്ത് ഇത്തവണ മേർക്കുഞ്ഞേച്ചിയുടെ അവിടെ പോയ രസകരമായ നുറുങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്നോർത്ത്. അളിയൻ മരിച്ചു പോയിട്ട് അവിടെ, അത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് അന്ന് പുലിക്കുട്ടിശ്ശേരി, അപ്പോൾ ഇവിടെ നിന്ന് ബസ്സിനാണ് പോണത്. ഇവിടെ നിന്ന് നമ്മുടെ സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറി തലയോലപ്പറമ്പ് ഇറങ്ങുക, തലയോലപ്പറമ്പിൽ നിന്ന് ബസ് കയറി ട്രാൻസ്പോർട്ട്, ഇതുപോലത്തെ ട്രാൻസ്പോർട്ടുകളൊന്നും ഇത്രയും ഇതൊന്നും ലോ ഫ്ലോറോ വോൾവോയോ പോലെയുള്ളതൊന്നുമില്ല അന്ന് സാധാരണ ട്രാൻസ്പോർട്ടിന് കയറി നമ്മൾ കോട്ടയം ചെന്നിറങ്ങി വെച്ച് കോട്ടയത്ത് നിന്ന് അവരുടെ അങ്ങോട്ട് മെഡിക്കൽ കോളേജ് വഴിയുള്ള ബസ്സുകളുണ്ട്. പുലിക്കുട്ടിശ്ശേരി അവിടെ ഒരു 6 ഒഴുകുന്നുണ്ട്. അത് കാരണം അതിൻ്റെ മേളിൽ നിന്ന് പാലമെന്ന് അറിയാലോ, പാലം ഇല്ലാത്തത് കൊണ്ട് 6 ഒഴുകൂല. അപ്പം ഞങ്ങളിങ്ങനെ തലേ ദിവസം കമ്പനിയിൽ നിന്ന്, നമുക്കന്ന് ലാൻഡ് ഫോൺ ഇല്ല ഇവിടെ, അപ്പോൾ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ കൊച്ചോങ്ങളെ ഞങ്ങൾ വരണുണ്ടെന്ന് പറഞ്ഞപ്പോൾ മോനെ, അവർക്ക് ഫോൺ ഉണ്ടെന്ന്, മോനെ നേരത്തെ ഉച്ചയ്ക്ക് ഇന്ന സമയത്തുള്ള ബസ്സിന് വരാൻ പാകത്തിന് പോരെ, ഇവിടെ എല്ലാം റെഡി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഊണ് കഴിക്കാൻ പാകത്തിനാണ് നമ്മൾ ചെല്ലണത്. അപ്പം ഞങ്ങൾ പതിവ് പോലെ കോട്ടയത്തൊക്കെ ചെന്ന് കോട്ടയത്തുനിന്ന് 6 ഏരിയയിലേക്കുള്ള ബസ് കയറി അവിടെ ചെന്ന് ഇറങ്ങുവാണ്. സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങുമ്പോഴുള്ള അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. അത് ശരി. ഞാൻ അവിടെ വാതിൽ തുറന്നിട്ടേച്ച് വരാം, ഒരു മിനിറ്റ്. അവിടെ ഞങ്ങൾ സ്റ്റോപ്പിൽ ചെന്ന്
ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പം ഞാനിങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ ഇന്നത്തെ പോലെ തന്നെ ആസ്വദിച്ച് പോവുക. കാരണം കോട്ടയം ഭാഗത്തേക്ക് എൻ്റെ വീട്ടിലെ ബന്ധുക്കൾ, വിരലിൽ എണ്ണാനുള്ള ബന്ധുക്കൾ ആ ഏരിയയിലുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ബേസ് മൂവാറ്റുപുഴ, കോട്ടപ്പടി, പെരുമ്പാവൂര്, കുറുപ്പമ്പടി, കോലഞ്ചേരി, പിന്നെ ഇങ്ങോട്ടുള്ള ഏരിയയിലാണ് ഞങ്ങളുടെ ബന്ധുക്കൾ കൂടുതലും. പിന്നെ മണിയുടെ അങ്ങനെയൊക്കെയുള്ള ആ ഏരിയ, പിറവം ഭാഗം, അങ്ങോട്ടുള്ള സെക്ഷൻ, രാമങ്ങല അങ്ങനെയൊക്കെയുള്ള ഭാഗമാട്ടോ കൂടുതലും ഞങ്ങളുടെ ബന്ധുക്കൾ. തെക്കോട്ട് വളരെ കുറവാണ് ബന്ധുക്കൾ. അപ്പോൾ എനിക്ക് ഈ കോട്ടയമൊക്കെ അന്ന് ഒട്ടും പരിചയമില്ല തീരെ, അങ്ങനെ തന്നെ ഒന്നും പോയിട്ടുമില്ലല്ലോ. അത് കാരണം ഈ ഏരിയക്കാണെങ്കിൽ തന്നെ വിട്ടടിച്ച് പോകും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടിപ്പോൾ സംഭവം എന്നാണെന്നറിയാമോ, അളിയൻ, അതായത് ഇവളെ ചാച്ചൻ എന്ന് വിളിക്കുന്നത്, അളിയൻ ഒരാളുമായിട്ട് ബസ് സ്റ്റോപ്പിൽ തന്നെ ഇങ്ങനെ നിൽക്കുവാണ്. ബസ്സിൻ്റെ സമയം അവർക്കറിയാലോ. ഈ അപൂർവ ബസ്സുകളൊക്കെ അന്ന് അതിൽ ഉള്ളെന്ന് എനിക്ക് തോന്നണത്. അത് വ്യക്തമായിട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം എങ്ങനെയാണെന്നറിയാം വന്നേക്കണേ, ഒരു വലിയ വള്ളം, അതായത് ആറിൻ്റെ തീരത്തല്ലേ മേർക്കുഞ്ഞേച്ചിയുടെ വീട്. അപ്പം അന്ന് ഇപ്പൊ പണിതതുപോലെ പാലയില്ലാത്തതുകൊണ്ട് അവര് ഇക്കരെ കടക്കണത് കടത്തുവള്ളത്തേലാണ്. അപ്പൊ ഈ ഒരു വള്ളവും വള്ളക്കാരനെയും, മേർക്കുഞ്ഞേച്ചിക്കരുടെ വീട്ടിൽ വള്ളം ഉണ്ട്, ഈ സവാരി മുഴുവൻ അതിലാവര്. കാരണം അക്കരെ കിടക്കണമെങ്കിൽ അവർക്ക് വെള്ളം വേണം, അത് ചെറിയ വെള്ളം. പക്ഷെ ഞാനുള്ളത് കൊണ്ട്, അപ്പയുള്ളത് കൊണ്ട് അവർക്ക് പ്രശ്നമില്ല. വള്ളത്തേൽ കയറി പരിചയമുണ്ട് അപ്പയ്ക്ക്, നല്ല ശീലമുണ്ട്. ഇവിടെയൊക്കെ വെള്ളം പൊങ്ങുമ്പോൾ കായലിലൊക്കെ ഇവര് വെള്ളം കൊണ്ട് നടന്നുകൊണ്ടിരുന്നതാണ്ട ചെറുപ്പകാലങ്ങളിലെ. അപ്പം ഞാനുള്ളത് കൊണ്ട് അളിയനെയും കൊണ്ട് ചാട്ടയെ കയറ്റി വലിയൊരു വള്ളക്കാരനെയും വള്ളവുമായിട്ടാണ് അളിയൻ ആ സ്റ്റോപ്പിൽ വന്നേക്കണത്. പക്ഷെ അതെങ്ങനെയാണെന്നറിയാമോ, അത് വേറെ ഏതോ ആരുടെയോ വള്ളമായിരിക്കും, അതൊന്നും എനിക്കറിയില്ല. വള്ളത്തിൽ 2 കൊരണ്ടി, വലിയ കൊരണ്ടി ഇട്ടേക്കുവാണ്. എന്നിട്ട് ഈ പങ്കായം കൊണ്ടാ തുഴയണ. അതെയോ ഇങ്ങനെ കഴുക്കോലല്ല മറ്റേ സാധനം പോലെയുള്ള ഇതും കൊണ്ടാണോ, വലിയ ഇതും കൊണ്ടാണോ എന്ന് ഞാൻ പറഞ്ഞു. പങ്കായാന്ന് തോന്നണം തുഴഞ്ഞ് പോകാനായിട്ട്. അപ്പം ഈ ആറിൽ അങ്ങനെ വലിയ വെള്ളപ്പൊക്കം ഇതൊന്നുമില്ല. പക്ഷെ കടത്ത് കിടക്കണമെങ്കിൽ, അപ്പോൾ വീടിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ കടത്ത് കിടക്കാം. പക്ഷേ ഈ 1/2 കിലോമീറ്റർ ഞങ്ങളെ നടത്താൻ ഇഷ്ടമില്ല. അതുകൊണ്ട് ബസ് വന്ന്, ഇപ്പം കടയിൽ പോയിച്ചു വരുന്നതാണ്, ബസ് വന്ന് നിൽക്കണ സ്റ്റോപ്പിൻ്റെ അവിടെ അളിയനിങ്ങനെ നിൽക്കുവാണ് കാവലായിട്ട്. അപ്പോൾ അവിടെ ചെന്ന് ബസ്സൊക്കെ ഇറങ്ങി അളിയൻ നേരം അപ്പേൻ്റെ കയ്യെ പിടിക്കുന്നു, അളിയൻ കയ്യെ പിടിക്കുന്നു. വള്ളം ഊന്നണ പുള്ളിക്ക് പേടി. ഞാൻ കയറുമ്പോൾ ഇങ്ങനെ വലിയ വള്ളം. അപ്പം എന്നോട് അളിയൻ പറയുവാണ്, ലിനോ ആ വലിയ കൊരണ്ടയിൽ ഇരുന്നോളണം, 2 കൊരണ്ടയും മേർക്കുഞ്ഞ് തന്നു വിട്ടേക്കണത് ലിനോയെ ഇരുത്താൻ. കുഞ്ഞോൻ പിന്നെ ഇതിൽ നിന്നോളാം. ഇല്ല, 2 മീതയ്ക്ക് മീതെ കയറ്റി വെച്ചാണ്ടിരിക്കാൻ. എനിക്കറിയില്ല എന്തിനാന്ന്. ഞാൻ പറഞ്ഞു എനിക്കത് ബുദ്ധിമുട്ടില്ല, ഞാൻ ഈ വള്ളത്തിൻ്റെ പടിയിൽ എന്ത് ചെയ്താൽ ഇരുത്തൂല. ഞാൻ ഈ വള്ളത്തെ കയറി ശീലമുണ്ടെന്ന് അവർക്കറിയില്ല. എൻ്റെ സ്വന്തം അമ്മായി വെട്ടിക്കാട്ടുമുക്കിലുള്ള മൂട്ട അമ്മായിയുടെ വീട് ആറന്തീരത്തായതുകൊണ്ട് അവിടെ 2 വള്ളം അവർക്കുണ്ടായിരുന്നു. ആ വള്ളത്തേൽ ഈ അവധിക്ക് ചെല്ലുമ്പോൾ അമ്മയും മിനിയും കൊച്ചുമോളെന്ന് പറഞ്ഞ ചാച്ചൻ്റെ പെങ്ങടെ മക്കളും ഒക്കെ കൂടെ അവധിക്കാലത്ത് ഞങ്ങളെ കൊച്ചേട്ടന്മാർ സ്ഥിരം ആറിലേക്കൂടെ കൊണ്ടുനടക്കണം. അതൊന്നും ഇവർക്കറിയില്ലല്ലോ ഞാൻ വള്ളത്തെ കയറി ശീലം ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് പിന്നെ ഞാൻ ബഹുമാനിച്ച് ഒരു കൊരണ്ടയിൽ ഇരിപ്പ് ഉറപ്പിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഈ ബസ്സിൻ്റെ സമയം ചേച്ചിക്ക് അറിയാവുന്നതുകൊണ്ട് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വരാന്തയിൽ ഇങ്ങനെ നോക്കി നിൽക്കുക ഞങ്ങൾ വള്ളത്തേൽ വന്നത് കാണാനായിട്ട്. അപ്പം അവിടെ ചെന്ന് വള്ളത്തേന്ന് മേർക്കുഞ്ഞേച്ചി പിടിക്കുന്നു, അളിയൻ പിടിക്കുന്നു, അപ്പം പിടിക്കുന്നു, എല്ലാവരും പിടിച്ച് എന്നെ അകത്തെ ചിരിയാട്ടോ ഇത് കാണുമ്പോ. പക്ഷെ ചിരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെ കേറിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോ വീട്ടിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോ മേറക്കുഞ്ഞേച്ചി എന്നോട് ചോദിച്ചു, മോള് ഇതിനു മുമ്പ് വള്ളത്തെ കയറിയിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ വള്ളമില്ല, പക്ഷേ അവിടുത്തെ വല്യപ്പച്ചൻ്റെ അനിയൻ്റെ വീട് മാത്തുക്കുട്ടി ചാച്ചൻ, ജോയി ചാച്ചനൊക്കെ ഇല്ലേ, അവരുടെ അവിടെ വള്ളമുണ്ട്. അവിടെ ആറന്തീരത്തില്ലേ ദീപുവിൻ്റെ ഒക്കെ വീട്, അവരുടെ വീട്. അപ്പൊ അവിടെയും ചെല്ലുമ്പോ ഞങ്ങൾ ഈ വെള്ളപ്പൊക്കത്തിന് ഇങ്ങനെ വെള്ളം കയറുന്ന സമയത്ത് മൂവാറ്റുപുഴ അറിയിക്കട്ടെ അതിലേയും പോകും. പിന്നെ എൻ്റെ അമ്മായിയുടെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ 2 വള്ളം ഉണ്ടായിരുന്നു, കൊച്ചുവെള്ളവും വലിയ വെള്ളവും. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ അമ്മായിയുടെ വീട്ടിൽ വെള്ളം ഉള്ളതുകൊണ്ട് ഞങ്ങൾ കയറും. അയ്യോ എനിക്ക് പേടിയാ, മോളൊക്കെ ഇരിക്കാൻ വേണ്ടി വലിയ കുരണ്ടിയൊക്കെ തന്നു വിട്ടേന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങളെ സ്വീകരിച്ച് അകത്തേക്ക് പോയി. അന്ന് തന്ന ജ്യൂസ് എന്നാന്നറിയുമോ, മെറുക്കുഞ്ഞേച്ചി സ്ഥിരം വരുമ്പോൾ ഇവിടെ ഇത് കൊണ്ടുവരുമായിരുന്നു. ഈ ഒടിച്ചൂത്തി നാരങ്ങയില്ലേ, ആ നാരങ്ങ പിഴിഞ്ഞ് ജ്യൂസ് ആക്കി വെച്ച് ഈ പഞ്ചസാരപ്പാനിയും കൂടെ ചേർത്ത് ഉരുക്കി ഈ നീരതിലേക്ക് ഒഴിച്ച് ജ്യൂസ് പോലെ കുപ്പിയിൽ ബോട്ടിലുണ്ടാക്കി വെച്ചേക്കുക. എന്നിട്ട് അത് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യും. ഇത്ര അളവെന്ന് ഏതാണ്ടുണ്ട്, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ആ ജ്യൂസാണ് നമുക്ക് തന്നത്. അപ്പം മഴക്കാല സമയം ആയതുകൊണ്ട് പുള്ളിക്കാരി തണുത്ത വെള്ളം ഒഴിക്കൂല, തണുത്ത വെള്ളം വേണ്ട, ഈ തൊണ്ടയ്ക്കൊക്കെ അസുഖം വരുമെന്നും പറഞ്ഞ് സാധാരണ വെള്ളത്തിൽ ഇത് പിഴിഞ്ഞാണ് ജ്യൂസ് തന്നത്. എൻ്റെ ദൈവമേ ഭയങ്കര രസകരമായൊരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ്
പിന്നെ വിഭവസമർത്ഥമായ ഊണ ഉടനെ തന്നെ എടുത്തു. കാരണം എനിക്ക് തോന്നുന്നത് ഉച്ചയോട് അടുത്തെങ്ങാണ്ട് നമ്മളവിടെ ചെല്ലണേന്ന് തോന്നുന്നു. ഈ ബസ്സിന്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്തല്ലേ പോണത്. അപ്പൊ ഊണിന് പുള്ളിക്കാരത്തിക്ക് കുറെ സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. ചിക്കൻ വറുത്തത്, പിന്നെ മീൻ കറി, മീൻ വറുത്തത്, പിന്നെ വേറെ ഏതാണ്ടൊക്കെ കുറെ കറികൾ, അതെല്ലാം കൂടാതെ ബീഫ് കട്ട്ലറ്റ്. എന്നിട്ട് എന്നോട് പറയുവാണ്, മോളെ ഞാൻ കല്യാണം കഴിച്ചൊന്നും വരണ സമയത്തൊന്നും ഇത്രയൊന്നും ഉണ്ടാക്കാൻ പഠിച്ചിട്ടില്ല. ഇവിടെയൊക്കെ വന്ന് ഞാൻ ഒരുപാട് പഠിച്ചു മോളെ. പിന്നെ സമയം ഒരുപാടുള്ളത് കൊണ്ട് ഈ നാരകമൊക്കെ ഉണ്ട് അവർക്ക് പറമ്പിൽ. പിടിച്ചൂത്തി നാരകം, പമ്പളൂസ് നാരകം, എല്ലാ സംഗതികളും ഉണ്ട്. പക്ഷെ എന്നാന്നോ അവിടെ ഇപ്പോഴും മഴ പെയ്യുമ്പോൾ വെള്ളം കയറും അവർക്ക്. അറിയാലോ, പറമ്പിലൊക്കെ വെള്ളം കയറും. വീട്ടിലും അവർക്ക് വെള്ളം കയറുമായിരുന്നു. ഇപ്പൊ തറ ഏതാണ്ടൊക്കെ പൊക്കി ഇങ്ങനെ ആയതുകൊണ്ട് അത്രയും ശല്യം ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ പ്രളയത്തിനൊക്കെ വെള്ളം കയറി അവിടെ. അപ്പൊ അത് കാരണം പുള്ളിക്കാരത്തി എന്നോട് പറയുവാണ്, എനിക്ക് പിന്നെ ടൈം പാസ് ഒന്നുമില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ഓരോ സംഗതികൾ ചെയ്ത് ഈ ചക്കയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കുറേ പ്ലാവും മാവും എല്ലാം ഉണ്ട്. ചക്ക ഉണ്ടാവുകയാണെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരിക്കച്ചക്കയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചക്കപ്പഴം ഉരിഞ്ഞേച്ച് അരിഞ്ഞ് അതിനകത്തേക്ക് വേവിച്ചിട്ട് വരട്ടിയും അലുവയാക്കിയും ഇങ്ങനെ ഒരേ തരത്തിൽ സംഗതികളാക്കി റെഡിയാക്കി വെക്കലൊരു ഹരമാണ്. കാരണം എന്താ, സമയം പോയി കിട്ടണ്ടേ. അത് കാരണം അപ്പം അങ്ങനെ സമയം പോകാനായിട്ട് ഒരുപാട് ആക്ടിവിറ്റികൾ ചെയ്യും. പിന്നെ ഈ കരണം പൊട്ടി മുളകുണ്ട് അവിടെ. അതെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നടന്ന കേട്ടോ. നടാൻ വല്യമ്മച്ചിയുടെ പോലെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് തോന്നണം. അത് നട്ടയച്ച് ആ മുളകെല്ലാം പഴുത്ത് കഴിയുമ്പോൾ പറിക്കും. പറിച്ച് വെച്ച് ഈ പനമ്പിലോ പായലോ എല്ലാം ഇട്ട് ഉണക്കും. ഉണക്കി വെച്ച് മിക്സിയിൽ പൊടിച്ച് ഇങ്ങനെ വെക്കും, മുളക് പൊടിയായിട്ട്. എന്നിട്ട് ഭയങ്കര എരിവാ അതിന്. എന്നിട്ട് ഈ പിക്കിളിടും, ഈ വടുകപ്പുളിയും നാരങ്ങ പിക്കിളിട്ട് ഇവിടെ കൊണ്ടുവരുമായിരുന്ന. അതുപോലെ ഈ ജ്യൂസ് അപ്പച്ചനെ കുടിക്കാനാണെന്നും പറഞ്ഞ് അപ്പച്ചനെ കൊച്ചാച്ചൻ അവരൊക്കെ വിളിക്കുന്നത്, അത് കുടിക്കാനായിട്ട് ജ്യൂസ് കൊണ്ടുവരുമായിരുന്ന. പിന്നെ എപ്പോഴും വരുമ്പോൾ കൊണ്ടുവന്ന ഐറ്റം ഓർക്കണ്ടോ, ഈ ചുരുട്ടും കുഴലപ്പോ ചീടെ, മുത്തുമാല, വാനിറ്റി പേഴ്സ് ഓർക്കണ്ടോ? ആ മുത്തുമാലയും വാനിറ്റി പേഴ്സുമാണ് കൂടുതലും കൊണ്ടുവന്നത് അന്നത്തെ ട്രെൻഡിലുള്ള. അന്ന് പുള്ളിക്കാരത്തിയുടെ ചെറുപ്പകാലമല്ലേ. അപ്പം ഇങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് വിഭവസമൃദ്ധമായ ഊണും കഴിഞ്ഞ് വൈകുന്നേരം ഏതോ ഒരു സമയത്ത് ബസ്, ഈ പറഞ്ഞ ബസ്സാണെന്ന് എനിക്ക് തോന്നുന്നത്, അവിടെ ആ സ്റ്റോപ്പിൽ വരുമ്പോൾ ഞങ്ങൾക്ക് പോനം. അപ്പോൾ വൈകുന്നേരം ചായയും കുറച്ച് ഏതാണ്ടൊക്കെ ഐറ്റം ഉണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി എന്നാക്കിയാന്ന്. ഒരുപാട് ഐറ്റംസ് നേരത്തെ ബേക്കറി ഐറ്റം ഇതുപോലെ ഈ പലഹാര സാധനങ്ങൾ അതെല്ലാം കുടിച്ച് വെച്ച് 10 മിനിറ്റ് മുമ്പേ ഞങ്ങളെ വള്ളത്തിൽ കയറ്റി വെച്ച് ഈ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ബസ് വരുന്നതിന് മുമ്പ് തന്നെ അളിയൻ എത്തിക്കും. അളിയനും കൂടെ പോരും. എന്നിട്ട് ഇങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ കണ്ണ് മറയുന്നവരെയും ആ വരാന്തയിൽ ഇങ്ങനെ നോക്കി നിൽക്കും നമ്മൾ പോനത്. കാരണം വേറൊന്നുമല്ല, എൻ്റർടൈൻമെൻറ്റിന് വേറെ ആരുമില്ല. അളിയൻ്റെ അനിയൻ്റെ മക്കൾ മാത്രമേ എൻ്റർടൈൻ ചെയ്യാനായിട്ട് അവർക്ക് അന്നുള്ളൂ. അനിയന് 2 ആണും 1 പെണ്ണുമാണ്. അപ്പോൾ അവരൊക്കെ ചെറിയ പിള്ളേർ, അവർ ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് വരും. പിന്നെ ഈ വൈകിട്ടാകുമ്പോൾ ഇവർ മാത്രമല്ലേ ഉള്ളൂ, അവർക്ക് സമയം പോക്കും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ത്രൂ ഔട്ട് ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇങ്ങനെ കണ്ണ് മറയുന്നവരെ നോക്കി നിന്ന് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് കയറ്റി, ബസ് പോന്നു കഴിഞ്ഞിട്ടാണ് അളിയൻ അവിടെ നിന്ന് പോണത്. അപ്പം ഞാനത് ഭയങ്കര രസകരമായ ഒരു ഓർമ്മയാണ്. പക്ഷെ ഇപ്പം അളിയൻ മരിച്ചുപോയി. പിന്നെ കൊച്ചുങ്ങളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഒരു 10-15 കൊല്ലം മുമ്പ് പാലം വന്ന. അപ്പം ഇപ്പം യാത്ര വളരെ എളുപ്പമായി, കാരണം പാലത്തോടു കൂടി. പക്ഷെ മഴ പെയ്യുമ്പോൾ പറമ്പിലൊക്കെ വെള്ളം കയറണത് കൊണ്ടേ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങനെ നല്ല രസകരമായൊരു അനുഭവമായിരുന്നു. പിന്നെ എപ്പോഴും മെർക്കുഞ്ഞേച്ചി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര താല്പര്യം എല്ലാം ഇട്ടിങ്ങനെ നടക്കാൻ. അപ്പം ഇങ്ങനെ നമ്മളെ ഓരോരുത്തരെയും ശ്രദ്ധിക്കും. പുള്ളിക്കാരി എപ്പോഴും ഒരുങ്ങിയായിരുന്നു നടക്കുള്ളൂ. ഭയങ്കര രസമാണ്. പുള്ളിക്കാരത്തി എൻ്റെ പോലെ ഇങ്ങനെ നൈറ്റി ഇടുമ്പോൾ ഒരു പ്രത്യേക പാറ്റേണിലുള്ള ഓർക്കുന്നില്ലേ ഇങ്ങനെ ഇടുവോളൂ. അന്നിങ്ങനെ തയ്പ്പിച്ച് ഇവിടെ ഇങ്ങനെ ചുരുക്ക് എന്നിട്ട് ഇങ്ങനെ കെട്ട, അത് മാത്രമേ ഇടുവോളൂ. സ്ഥിരം അല്ലേ, ഓർക്കുന്നില്ല അങ്ങനെ. പിന്നെ നല്ല ഭംഗിയാ. പച്ചക്കല്ലിൻ്റെ ഒരു അടിലുണ്ട്. ആ അടിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പച്ചക്കല്ലിൻ്റെ കമ്മലും പാലക്കാട് ഒരു മോതിരവും പാലക്കാട് വളയിടും ഒരു കയ്യിൽ. വരുമ്പോ വീട്ടില് ലിപ്പച്ചന്റെ ഇതിനൊക്കെ വരുമ്പോ ഞാൻ അതൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. നൈറ്റിയുടെ പാറ്റേൺ എപ്പോഴും ശ്രദ്ധിക്കാറ്. പിന്നെ എപ്പോഴും വരുമ്പോ അവരും ഇതുപോലെ വരണത്. അളിയനങ്ങനെ വണ്ടിയൊന്നും ഓടിക്കൂലാത്തോണ്ട് ബസ്സിനാണ് അവരും കയറി പോകുന്നത്. വരുമ്പോ കോട്ടയത്ത് നീ സംഗതികളൊക്കെ മേടിച്ചോണ്ട് അവനെ. അപ്പൊ ആദ്യം നമ്മുടെ വീട്ടിലാ വന്നിറങ്ങി, ചുരുട്ട് കൊണ്ടുവന്നത് നമ്മുടെ വീട്ടിലാ. നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയേച്ച് ആദ്യം ഇങ്ങോട്ട് വന്നേച്ച് അവർ തറവാട്ടിലേക്ക് ജ്യേഷ്ഠൻ്റെ വീട്ടിട്ട് പോണ പാടത്തോടെ നടന്നു പോകണം. അപ്പം ആദ്യം ഇവിടുത്തെ കിറ്റ് ഇവിടെ വെക്കും. ഇവിടെ നിന്ന് ഒരു ചായ കുടിക്കും. എന്നിട്ട് ചുരുട്ടും കുഴലപ്പവും ചീടയും ഈ 3 സാധനമാണ് മാമിച്ചേച്ചിയുടെ കോട്ടെ അവരുടെ ഏരിയയിലുള്ള. അപ്പം അങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറയുക ഓരോ അനുഭവങ്ങൾ. അപ്പം ഞാൻ അവിടെ പോയപ്പോൾ ഓർക്കണില്ല, അവിടെ
ആർപ്പുക്ക് മറ്റേ ഇരിങ്ങാലക്കുടയിലെ പോലെ പടയെടുക്കലൊന്നും ഇല്ലായിരുന്നു. അവിടെ ഉടുത്തോണ്ട് പോയ സാരി എൻ്റെ മെമ്മറിയിലിരിക്കുന്നത് ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാരികളെല്ലാം വേറൊരു അലമാരിയിൽ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിന്റെ കൂടെ കാണിക്കാട്ടോ. ദേ ഈ സാരി ആണ് എൻ്റെ എൻഗേജ്മെന്റ് സാരിയാണ്, കല്യാണത്തിന്റെ എൻഗേജ്മെന്റ്. അത് അന്ന് ഈ സാരി മേടിച്ച മണവാട്ടിന്നാ. ഓ, മണവാട്ടി സിൽക്ക്. ഇത് തന്നെ അമ്മയ്ക്ക് പല കളർ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ മണവാട്ടി ഉണ്ടോ? ഓർമ്മയില്ല. ഇല്ലാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അതേ അങ്ങനെയൊന്നും അങ്ങനെ നോക്കാറില്ല. ഫോളൊക്കെ പിടിപ്പിച്ചായിരിക്കണേ. അന്നും ഫോള് പിടിപ്പിച്ച് ഞാൻ കൊടുക്കുള്ളൂ. നല്ല നല്ല സാരി. ഇത് എന്ത് മെറ്റീരിയലാ പോലും? കാഞ്ചീപുരം ആണോ? അതാ നല്ല ഭംഗിയായിട്ട് എപ്പോഴും ഇരിക്കണ. സിൽക്കൊക്കെ നല്ല രസമായിട്ട് ഇരിക്കുന്നുണ്ട്. തുമ്പ. ഈ സാരി മേടിക്കാനായിട്ട് സെലക്ഷന് വേണ്ടി എൻ്റെ കൂടെ പോകുന്നത് ഫില്ലിയാൻ്റെയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി എടുത്ത ഈ സാരി. അന്നത്തെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സാരിയുടെ കൂടെ ബോർഡർ ബ്ലൗസ് അല്ല. ഓ, അതാണ് എടുക്കണേ. അത് ആ എൻഗേജ്മെന്റ് പടത്തിലുണ്ട്. പടം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ കൊല്ലത്തേൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. അങ്ങനെ തുമ്പ് ഇങ്ങനെ, എന്നിട്ട് ഇത് ഇങ്ങനെ ഉടുത്ത് ഈ സാരി ഉടുത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ അവിടെ പോയത് ശരിക്കും ഓർക്കണില്ല. അതേ ഇങ്ങനെ. ഇപ്പോഴും അത് വലിയ കുഴപ്പമില്ല ഈ സാരിക്ക്, ഇത്രയും വർഷമായെങ്കിലും. ഇതേ അങ്ങനെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. പുള്ളിക്കാരി കുഞ്ഞേച്ചി എപ്പോഴും ഇങ്ങനെ ഡ്രസ്സിങ്ങിലൊക്കെ വളരെ കോൺഷ്യസ്, അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ നോക്കും വേഷവിധാനങ്ങളൊക്കെ. ഇതിലൊക്കെ ഏതാണ്ടൊക്കെ പാടൊക്കെ ഇത്രയും കൊല്ലായില്ലേ ഇത്. എന്നാലും ഇത്രയും ഭംഗിയായിട്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അത് ഞാൻ എനിക്ക് ഇതൊക്കെ ഓരോ ഓർമ്മകളാ, അന്നത്തെ സാരികൾ ഓരോ. ശരിക്കും പറഞ്ഞാൽ സ്ഥലം ഭയങ്കര വേസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കണം. ഞാൻ അമ്മച്ചി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരത്തിന്റെ അലമാരിയിൽ ഇതെല്ലാം കൊണ്ടുപോയി ഡംപ് ചെയ്ത് വെച്ചേക്കണം. അന്നത്തെ ഈ പഴയ ഇങ്ങനെ ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്ന ഇങ്ങനത്തെ കഞ്ചുവന സാരികളൊക്കെ കുറെ സാരികൾ ഇരിപ്പുണ്ട്. നീലയുണ്ട്, ഒരു പച്ചയുണ്ട്, ഇളം പച്ചയുണ്ട്, കുറെ ഉണ്ട് അങ്ങനത്തെ സാരികൾ. അപ്പൊ ഇതാണ് അങ്ങനെ രസകരമായ ഒരു അനുഭവം വള്ളത്തേക്കറില്ല. പക്ഷെ എന്നിട്ട് തിരിച്ചു വന്നപ്പോ ഇവിടെ വന്നപ്പോ അമ്മച്ചി എന്നോട് ചോദിച്ചു, അമ്മച്ചി അപ്പച്ചനല്ലേ ഇവിടെയുള്ളൂ, അമ്മച്ചി എന്നോട് ചോദിച്ചു എങ്ങനെയാ അവിടെ ചെന്നേച്ച് നടന്നുവാണോ പോയത്, എങ്ങനെയാ. അളിയൻ്റെ പേര് കുഞ്ഞച്ചൻ. കുഞ്ഞച്ചൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഒഫീഷ്യൽ നെയിം എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞാൽ അറിയില്ല. കുഞ്ഞച്ചൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ അപ്പം അമ്മച്ചിയോട് പറയാം, പിന്നെ അളിയൻ മാത്രമല്ല വള്ളക്കാരൻ, വലിയൊരു വള്ളം, ഊന്നുവള്ളം, കൊരണ്ടിയൊക്കെ ആയിട്ട് അവിടെ വന്ന് നിന്നു അമ്മച്ചി പറഞ്ഞു. അപ്പം എനിക്ക് പേടിയായിട്ടായിരിക്കും വള്ളത്തേൽ വലിയ വള്ളം കുഞ്ഞു അവർ കൊണ്ടുവന്നത്. അവരുടെ വെള്ളം ചെറിയ വെള്ളം അവർക്ക് കിടത്ത് കിടക്കാനുള്ളത്. അപ്പം ഞാനെന്തായാലും പറഞ്ഞു ഈ അമ്മായിയുടെ വീട്ടിലേക്ക് കയറി വെള്ളത്തേൽ ഇഷ്ടം പോലെ നടക്കണം, അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ പരിചയക്കുറവില്ല വെള്ളത്തിൽ കയറി. നീന്തലും പറ്റി അറിയാമല്ല, പക്ഷെ ഞാൻ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ സ്ഥിരം കയറും. പിന്നെ ഞങ്ങളുടെ അവിടെ വെള്ളം കയറുമ്പോൾ എപ്പോഴും ഒരു വെള്ളം കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ കയറും. പിന്നെ അതെല്ലാം കൂടാതെ അന്നത്തെ കാലത്ത് നമ്മുടെ തിരുമറി ഞങ്ങളുടെ ബന്ധത്തിലുള്ള ബിട്ടുവിൻ്റെ പപ്പ ഈ ഫൈബർ ബോട്ട്, ഞാൻ പക്ഷെ അതിലങ്ങനെ കയറിയിട്ടില്ല കേട്ടോ, എനിക്ക് പേടിയാ. അമ്മാച്ചനും സുരേഷ് അച്ഛനൊക്കെ കയറുമായിരുന്നു. അതിങ്ങനെ കൊണ്ടുവന്നേച്ച് നമ്മുടെ പാടത്ത് വെള്ളം കയറുമ്പോൾ ആ പാടത്തോടെ ഇങ്ങനെ റോന്തടിക്കാനായിട്ട് കൊണ്ടുവരുമായിരുന്നു. ഇപ്പോഴും അത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അമ്മാച്ചനോട് ചോദിച്ചാൽ അറിയാം. അത് ഭയങ്കര ഹരമായിരുന്നു അന്നത്തെ കാലത്ത്. എത്ര വർഷം മുമ്പാ ഞങ്ങളുടെയൊക്കെ കോളേജ് കാലഘട്ടത്തിൽ. എനിക്കതിൽ കയറാൻ പേടിയുണ്ട്, ഇങ്ങനെ മിന്നൽ പോലെ പോകും. അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം ഒന്നും ഞാൻ ഓർക്കണില്ല. അതുകൊണ്ട് ഞാൻ അതിൽ കയറൂല. വള്ളത്തിൽ കയറിയാൽ പേടിക്കണ്ടല്ലോ. ഈ ഇങ്ങനെ തുഴഞ്ഞ കുഞ്ചാച്ചനും ഉണ്ടാവും വള്ളത്തിൽ. അപ്പം അങ്ങനെ രസകരമായ ഓരോ അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചാട്ടോ ഞാനിത് പറഞ്ഞത്. കഴിഞ്ഞ വർഷത്തെ അനുഭവം പറഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് രസകരമായിട്ട് പറഞ്ഞു. ഇതിപ്പോൾ ഈ അനുഭവം കേൾക്കാൻ കൊച്ചുങ്ങള് അതെ ജീവിച്ചിരിപ്പില്ല എന്നൊരു വിഷമം മാത്രം. ഇവിടുത്തെ ബന്ധുമിത്രാദികളെല്ലാം ഇത് കേൾക്കണുണ്ട്. അവരുടെ ജ്യേഷ്ഠ മോനും അനു എന്നാ പുള്ളിക്കാരത്തിൽ റോയ് മോനും അനു ഒക്കെ കേൾക്കുന്നുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് അനു. അപ്പം ഇതൊക്കെയാണ് രസകരമായ അനുഭവങ്ങൾ. അപ്പം ഇതിൻ്റെ കൂടെ കല്യാണ സമയത്ത് കുറേ സാരി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതും നമുക്ക് കാണിക്കാട്ടോ. കുറെ സാരി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേൾക്കുമല്ല ഉണ്ടാ. അത് നിങ്ങളെ വെള്ളിയാഴ്ച ഇട്ട വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോയും ഇതും ഒരുമിച്ചാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ 2 പാർട്ടാക്കി ഇട്ടതാണ്, ഒത്തിരി ലോങ് ആയി പോകാതെ. അന്നത്തെ കാലം അതെല്ലാം ഈ പ്ലെയിനേല് ബോർഡർ മിക്കതും അന്നത്തെ ട്രെൻഡ് അതാ. കോൺട്രാസ്റ്റിങ്ങിന് പ്ലെയിൻ ബോഡി, ബോർഡർ വീതിയുള്ള ബോർഡർ, അങ്ങനെയാ കുറെ ഉണ്ട്.